സാർ നമസ്കാരം. നമസ്കാരം. 10 വർഷക്കാലം ഭരിച്ച ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്ത് വാഴക്കുളം കിഴക്കമ്പലം പഞ്ചായത്തിലെ പര്യത്തുകാവിലെ ഉന്നതി എന്ന് പറഞ്ഞ ദളിത് കോളനിയിൽ താമസിക്കുന്ന 8 കുടുംബങ്ങളെ, 7 കുടുംബങ്ങളാണെന്ന് പറയുന്നു, എന്തായാലും 8 കുടുംബങ്ങൾ എന്ന് തന്നെ നമുക്ക് കണക്കിലെടുക്കാം. ഈ 8 കുടുംബങ്ങളെ അവിടെ കുടിയേറി പാർത്തതിൻ്റെ പേരിൽ കുടിയിറക്കാൻ വേണ്ടി ഭൂ ഉടമകൾ പെരുമ്പാവൂർ മുനിസിഫ് കോർട്ട് ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെ പോയി അവർ വ്യവഹാരം നടത്തിയിരിക്കുന്നു. ഇവരെ കുടിയിറക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടന്നു. കോടതി കമ്മീഷൻ ഉൾപ്പെടെയാണ് കുടിയിറക്കാൻ വേണ്ടി വന്നിരുന്നത്. പോലീസിൻ്റെ വൻ സന്നാഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ 2ാം ദിവസമായിരുന്നു പര്യത്തുകാവ് ഉന്നതിയിൽ പോലീസിൻ്റെയും അഭിഭാഷക കമ്മീഷൻ്റെയും എല്ലാം ഇടപെടലുണ്ടായത്. 10 വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന സ്ഥലം MLA ആയിരുന്ന ശ്രീനിജിനോ തൊട്ടടുത്ത പ്രദേശമായ കളമശ്ശേരിയിലെ മന്ത്രിയായിരുന്ന നിയമവകുപ്പ് മന്ത്രിയായിരുന്ന പി രാജീവിനോ ഒന്നും പിണറായി വിജയൻ ഭരിച്ചിരുന്ന ഈ 10 വർഷക്കാലം പര്യത്തുകാവ് ഉന്നതിയിൽ നടന്ന ദളിത് കുടിയൊഴിപ്പിക്കൽ ശ്രമത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും കൈക്കൊണ്ടില്ല എന്ന് തന്നെയല്ല, സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള പരമാധികാര കോടതിയിലേക്ക് ഈ കേസ് പോകുമ്പോൾ സാധു ജനങ്ങളായ ഈ 8 ദളിത് കുടുംബങ്ങൾക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനോ അവർക്ക് കുടിയെടുപ്പ് അവകാശം കിട്ടുന്നതിനോ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള പുനരധിവാസ പാക്കേജുകൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് സംസാരിക്കുന്നതിനോ ഒന്നും തയ്യാറാവാതിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ, ഇടതുപക്ഷ സർക്കാർ, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച സർക്കാർ ഈ ഉന്നതിയിലെ ജനങ്ങളെ കണ്ടതായി പോലും ഭാവിച്ചില്ല. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ 2 ദിവസം പിന്നിടുമ്പോൾ ഉണ്ടായ കോടതി നടപടികളെക്കുറിച്ച് പറയുന്നു. 2 ദിവസം മാത്രം പ്രായമായ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പോലീസിൻ്റെ കിരാതവാഴ്ച ആരംഭിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെ ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നാണ് മുൻ നിയമമന്ത്രിയായ രാജീവും അതുപോലെ തന്നെ സ്ഥലം MLA ആയിരുന്ന PV ശ്രീനിജനുമെല്ലാം പറയുന്നത്. ഇന്നിപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ഉന്നതിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നാട്ടുകാരെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞത്, ഈ ഭൂമിയിൽ നിന്നും ഒരാളെയും കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ MV ഗോവിന്ദൻ സ്വതസിദ്ധമായ ശൈലിയിൽ ദാർഷ്ട്യത്തോടു കൂടി പ്രസംഗിക്കുമ്പോൾ MV ഗോവിന്ദനോട് ഒന്നേ ചോദിക്കാനുള്ളൂ. ഇത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് സ്ഥലവാസികൾ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞു. എവിടെയായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷക്കാലവും നിങ്ങൾ? ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് മേനി നടിക്കുന്ന, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് മേനി നടിക്കുന്ന, അടിയാള വർഗത്തിൻ്റെ, അടിസ്ഥാന വർഗത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, അധസ്ഥിത വർഗത്തിൻ്റെ ഉദ്ധാരകരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാർട്ടി എവിടെയായിരുന്നു? ഉന്നതിയിൽ 14 പ്രാവശ്യമാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി അവർ വന്നിട്ടുള്ളത്, ഭൂവുടമകളുമായി പോലീസുകാരെത്തിയിട്ടുള്ളത്. അന്നൊന്നും കാണിക്കാത്ത ഉന്നതി നിവാസികളോടുള്ള സ്നേഹം ഇന്നിപ്പോൾ വി ഡി സതീശൻ സർക്കാർ വന്നപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് പൊട്ടിമുളച്ചത് എന്നുള്ളൊരു ചോദ്യം ഇതാണ് നാട്ടുകാർ MV ഗോവിന്ദനോട് ചോദിക്കുന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെ കാണുന്നു? ഇന്ന് MV ഗോവിന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന MV ഗോവിന്ദൻ ഇന്ന് ആലുവയിലും ഉന്നതിയിലുമൊക്കെ വരിക എന്ന് സന്ദർശിക്കുകയും അവിടെ കുടിയിറക്ക് ഭീഷണി നേരിടുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോവിന്ദൻ ഇപ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കും. കാരണം ഇവരെല്ലാം കുടിയിറക്കപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ നിന്നും ക്ലിഫ് ഹൗസിൽ നിന്നും എല്ലാം കുടിയിറക്കപ്പെട്ട് അനാഥപ്രേതങ്ങളെപ്പോലെ തെരുവിൽ അലയുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ വൈകാരികമായി കുടിയിറക്കാൻ പോകുന്നവരുള്ള നാളെ പിണറായി വിജയന് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ആ വൈകാരിക അടുപ്പം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ 10 വർഷം പി രാജീവിൻ്റെ ജില്ലയാണ്. പി രാജീവിൻ്റെ ജില്ല എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ പിണറായി വിജയൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അവതാരം എന്ന് പറയാവുന്നത് പി രാജീവിനെയാണ്. ആ പി രാജീവ് വിചാരിച്ചിട്ട് ഇവർക്ക് ഈ 10 വർഷത്തിനിടയ്ക്ക് പട്ടയോ അല്ലെങ്കിൽ ആധികാരികമായി അവർക്ക് താമസിക്കാനുള്ള സൗകര്യമോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നിയമം ചിലപ്പോൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുക എന്ന് നമുക്കറിയില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, പെരുമ്പാവൂരെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവുണ്ട്, മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവുണ്ട്, മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവുണ്ട്.
അപ്പോൾ ഈ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് വളരെ സജീവമായി നടപ്പാക്കാനായിട്ട് അലയും തലയും മുറക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ അഡ്വക്കേറ്റ് കമ്മീഷനും സജീവമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് കോടതിയുടെ ഈ തിടുക്കം, തീർച്ചയായിട്ടും കോടതി വിധികൾ മാനിക്കപ്പെടണം, കോടതി വിധികൾ ഫലപ്രദമായി നടപ്പാക്കണം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. എങ്കിലേ ഒരു ജനാധിപത്യ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കോടതി വിധിയെ എങ്ങനെ ഉണ്ടായി എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്ന രീതികൾക്ക് ഒത്തിരി വ്യത്യാസം വരും. പാവപ്പെട്ടവർക്കെതിരാണെങ്കിൽ, അത് ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരാണെങ്കിൽ ഈ വ്യാഖ്യാനം എങ്ങനെ വേണേൽ പോകും. ഇത് കുടിയിറക്കം അവർക്ക് പോലും അവകാശപ്പെടുന്നില്ല, അല്ലെ അവരവകാശപ്പെടുന്നു, അവർ താമസിച്ചിരുന്നു എന്നുള്ള ക്ലെയിമേ അവർ പറയുന്നുള്ളൂ. അവരുടേതായിരുന്നു ഒരിക്കലും പറഞ്ഞില്ല. അപ്പം എത്രയോ ആയിരം പേർക്ക് താമസിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പം എന്തുകൊണ്ട് ഉന്നതിക്കാരെ അവഗണിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആരവഗണിച്ചു? 2023 മുതൽ അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന MLA മാർ, അത് ഏത് പാർട്ടിക്കാർ, ശ്രീനിജനും രാജീവും CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയായിരുന്നു, MLA മാർ തന്നെയായിരുന്നു. ശ്രീനിജനാണ് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത KG ബാലകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവുമാണ്. ഇപ്പോൾ ഇവർക്കെല്ലാം അവരുടേതായ സ്വാധീനങ്ങളുണ്ട്. ഒരു ചെറു ഫോൺ കോൾ കൊണ്ട് വേണമെങ്കിൽ മാറ്റിവെക്കുകയും അവിടെ പോയി പ്രശ്നം വിശദമായി പഠിപ്പിച്ചിട്ട് ഇവരെ മാറ്റേണ്ടവരാണെങ്കിൽ ധൈര്യമായിട്ട് മാറ്റാൻ തയ്യാറാകണം. പക്ഷെ വെറുതെ വഴിയിലേക്ക് പറഞ്ഞു വിടുകയല്ല, വർഷങ്ങളായി ശതകങ്ങളായി അവിടെ താമസിക്കുന്നവരെ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് താമസിക്കാൻ സുരക്ഷിതമായൊരു താവളം ഒരുക്കിയിട്ട് വേണം ഇവിടെ ഉണ്ടാകാൻ. പിന്നെ MV ഗോവിന്ദനും പിണറായി വിജയനും എന്തുമാത്രം കണ്ണീരൊഴുക്കിയാലും ആ കൂട്ടത്തിൽ നെഞ്ചത്തടിച്ച് കരയാൻ P രാജീവ് ചെന്നാലും ഒരു കാര്യം മറക്കരുത്, നന്ദിഗ്രാമം കണ്ട് അടുത്തവരാണ് ബംഗാളിൽ CPM-ൻ്റെ കുടിയൊഴിക്കലിൻ്റെ ക്രൂരത എന്തുമാത്രമുണ്ടെന്ന് കണ്ട് മടുത്തവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങളുടെ ഈ നാട്യം, അഭിനയം ഇപ്പോൾ തൽക്കാലം VD സതീശനെ അടിക്കാനൊരടി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അടിക്കാനൊരു വടി എന്ന് മാത്രമാണ് പറയാനുള്ളത്. സാർ, ഇപ്പോൾ MV ഗോവിന്ദൻ ഇന്ന് അവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് വയനാട്ടിലെ മുത്തങ്ങയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഈ പരീത്തുകാവ് ഉന്നതി അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, മറ്റൊരു മുത്തങ്ങയാക്കി മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ, ഇപ്പോൾ രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ ഇവർക്ക് പ്രതിപക്ഷ നിരയിലേക്ക് വീണ് കിട്ടിയ ഒരു വലിയ അവസരം എന്ന രീതിയിൽ ഇവരിതിനെ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവിടെ ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾ തന്നെ പറയുന്ന അവർ 10-60 വർഷക്കാലമായി അവിടെ താമസിക്കുന്നു, അവരവിടെ വീട് വെച്ച് താമസിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നു അവിടെ പുനരധിവാസ പാക്കേജുകൾക്കൊന്നും ഞങ്ങൾ തയ്യാറില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് ഈ ഭൂ ഉടമകളുമായി ഇവരുമായി സംസാരിച്ച് ഒരു അനുരഞ്ജനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല? ഇന്നിപ്പോൾ മുത്തങ്ങ ആവർത്തിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരണവശാലും മുത്തങ്ങ ആവർത്തിക്കാൻ പാടില്ല. സാധാരണക്കാരായ സാധുക്കളായ ദളിത് കുടുംബമാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു കാരണവശാലും അവർ അധിവസിക്കുന്ന ഭൂമിയിൽ നിന്നും അവരെ ഇറക്കി വിടാൻ നിയമം അത് എതിരാണെങ്കിൽ പോലും അവർക്ക് അതിനവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി വേണ്ടി വന്നാൽ സർക്കാരിന് ശ്രമിച്ചാൽ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. ഒരു മേശയ്ക്കിരുവശത്ത് ഇവർ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കും. ഇവർ പുനരധിവാസം എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും പണം മുടക്കിയല്ലേ ഇവരെ പുനരധിവസിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഭൂ ഉടമകളുമായി സംസാരിച്ച് ഇവർക്ക് ന്യായമായ രീതിയിൽ അവിടെ വസിക്കാനുള്ള സൗകര്യം എന്തുകൊണ്ട് ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ അവിടെ കൊടി പിടിക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഉന്നതി സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്ന P രാജീവിനും MV ഗോവിന്ദനും ശ്രീനിജനും ഒന്നും നേരത്തെ പറ്റിയില്ല എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഇത് നമ്മൾ മാധ്യമങ്ങൾ ചോദിക്കുന്നതല്ല, അവിടെ ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾ ഇവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവർ രാജ്മോഹൻ സാർ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഭരണത്തിൽ നിന്നും ആളുകൾ ഇവരെ കുടിയൊഴിപ്പിച്ചു. അപ്പോൾ കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സ്ഥാനങ്ങളിലേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുണ്ട് കയറി വരാൻ വേണ്ടി ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം കണ്ണടച്ചിരുന്ന ആളുകൾ ഇപ്പോൾ വീണ്ടും പുതിയ അവതാരങ്ങളായി വരുമ്പോൾ തീർച്ചയായും അതിൻ്റെ കള്ളത്തരം ജനം തിരിച്ചറിയും, ചെമ്പ് തെളിയുന്നു. ഇവിടെ MV ഗോവിന്ദൻ എത്രമാത്രം പ്രസംഗിച്ചുകൊണ്ടോ കണ്ണീരൊഴുക്കിക്കൊണ്ടോ ഒരു കാര്യമില്ല. ഇനി മറ്റൊരു കാര്യം, MV ഗോവിന്ദൻ എന്ന ഈ സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയൻ എന്ന ഈ മുഖ്യമന്ത്രിയും ചേർന്നാണ് ഇന്ന് കാണുന്ന CPM-ൻ്റെ ഈ അപജയം ഉണ്ടാക്കിയിരിക്കുന്നത്. MV ഗോവിന്ദനോട് കണ്ണാടി നോക്കണം എന്നാണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന് MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി ആവട്ടെ,
പഴയ ധാർഷ്ട്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അല്പം മയം വന്ന പോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വതസിദ്ധമായി മറ്റുള്ള ആളുകൾ കളിയാക്കി ചിരിക്കുന്ന ഒരു ചിരിയാണല്ലോ അദ്ദേഹത്തിന് എപ്പോഴും. ആ ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വീട്ടിലും ആളുകൾ പറയാറുണ്ട് ശൈലി മാറണം, സംഭാഷണ ശൈലി മാറണം, ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് പിണറായി വിജയൻ്റെ കാര്യത്തിലും ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ ശൈലി മാറ്റണം, പിണറായി വിജയൻ്റെ ശാരീരിക ഭാഷയും സംസാര ഭാഷയും പെരുമാറ്റ രീതിയും ഒന്നും ശരിയല്ല, ഇതാണ് ഇടതുപക്ഷത്തെ തകർത്ത് കളഞ്ഞത്. അപ്പോൾ എം വി ഗോവിന്ദൻ ആ തെറ്റേറ്റ് പറയുന്നു, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനത് തിരുത്താൻ തയ്യാറാണ്. പിണറായി വിജയനും ഈ പറഞ്ഞ പോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, തിരുത്തി പാർട്ടി തിരുത്തേണ്ടവരെല്ലാം തിരുത്തി മുന്നോട്ട് പോകും എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ പിണറായി വിജയനും തിരുത്തണം, പിണറായി വിജയനെയും ഞങ്ങൾ തിരുത്തും എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ പരസ്യമായിട്ട് വന്ന് കുടിയൊഴിപ്പിക്കലിനെതിരെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു നേതാവിൻ്റെ ഒരു ജൽപ്പനമായിട്ടോ അല്ലെങ്കിൽ മുതലക്കണ്ണീരായിട്ടോ അല്ലെങ്കിൽ ഒരു വിലാപമായിട്ടോ മാത്രം ഇതിനെ നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഉന്നതിയിൽ താമസിക്കുന്ന ദളിത് കുടുംബങ്ങൾ, അവർ എത്ര പേരാവട്ടെ, 7 കുടുംബമോ 8 കുടുംബമോ, എണ്ണം ഇവിടെ പ്രസക്തമല്ല, അവർക്ക് പുനരധിവാസ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവർക്ക് സ്വീകാര്യമാണെങ്കിൽ ആ സ്വീകാര്യമായ വ്യവസ്ഥയിൽ സമ്മതിപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഭൂ ഉടമകളുമായി സംസാരിച്ച് ഒരു കാരണവശാലും ഈ ഭൂമിയിൽ 1 ഇഞ്ച് പോലും ഒരാൾക്ക് ഒരു കിടപ്പാടമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതിദരിദ്രരില്ലാത്ത നാടാണ് എന്ന് ടാഗ് ലൈൻ കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചിരുന്ന നാട്ടിൽ താമസിക്കാൻ തലചായ്ക്കാൻ ആളുകൾക്ക് ഇടമില്ലാതെ കുടിയിറക്കിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ 2 ദിവസം മാത്രം പ്രായമായ വി ഡി സതീശൻ്റെ തലയിൽ കൊണ്ടുവന്ന് ഈ പാപഭാരം ഇടാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ജനങ്ങൾ കൈകെട്ടി നോക്കിയിരിക്കില്ല എന്ന് തന്നെയല്ല, ഉന്നതിയിലെ ആളുകൾ തന്നെ അതെറുക്കുന്നു. അവിടെ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും പി രാജീവിനെയും എല്ലാം വസ്ത്രാക്ഷേപം ചെയ്ത് നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും തമാശ, ഇവർക്ക് വേണമെങ്കിൽ ഇത് സെറ്റിൽ ചെയ്യാം. ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉദ്ദേശം എത്രയും കുടിലമായ മനസ്സുമായിട്ട് നടക്കുന്ന ഒരു പറ്റം നേതാക്കൾ നയിക്കുന്ന സി പി എം തന്നെ ഇപ്പോൾ പറയാം ഉപദേശം, ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ നാളെ തൊട്ട് അതിൻ്റെ പേരിൽ സമരം തുടങ്ങാം. രണ്ടാമത് ആ രക്തസാക്ഷി കൊള്ളാവുന്നതാണ്, സമൂഹത്തിൽ വിൽക്കാൻ പറ്റുന്ന രക്തസാക്ഷിയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യാം, ധനരാജിൻ്റെ കൂട്ട് പിരിവ് നടത്തി പുട്ടടിക്കാം. മധുസൂദനൻ ഒക്കെ വേണം ഇവിടെ സമരത്തിന് സഹായിട്ട്. കണ്ണൂരിലെ സഹാക്കൾ പലരും വെറുതെ സമര വീര്യമുള്ളവരെല്ലാം വെറുതെ ഇരിക്കുകയാണ്, അവരെല്ലാം വേണം ഇങ്ങോട്ട് വരുത്താം. സി പി എം വിചാരിച്ചതൊക്കെ തൽക്കാലം റീയൂണിയന് വേണ്ടിയിട്ട് അവർ ആദ്യം വേണ്ട ഒരു രക്തസാക്ഷിയെ. കുറേ നാളുകളായിട്ട് അവർ ഭരിച്ചിരുന്നുകൊണ്ട് അവർക്ക് രക്തസാക്ഷിയെ കിട്ടിയിട്ടില്ല. ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ അതുകൊണ്ട് തൽക്കാലം ഒരു 5-6 മാസമെങ്കിലും കഴിഞ്ഞുകൂടാമെന്ന് ഒരു ബോധ്യം മുൻകാല അനുഭവം വെച്ച് സി പി എമ്മിനുണ്ട്. ആ അനുഭവം പിന്നെ സതീശനെയും രമേശിനെയും പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ഞങ്ങളോട് കളിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ള മറ്റ് കേസുകൾ നിങ്ങൾ തുടരരുത്, ഇവിടെ ഞങ്ങൾ സമാധാനം പാലിക്കാം, പകരം നിങ്ങൾ ഈ തലയടിച്ച് പൊട്ടിച്ച ജീവൻ രക്ഷാ കേസുകളൊക്കെ ഉപേക്ഷിക്കണം, അല്ലെ സ്ലോ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ആദ്യം സ്വയം വിലയിരുത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ആദ്യത്തെ അവസരമാണ്. താൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഇതുപോലെ പോലീസ് സന്നാഹത്തോടെ ചെന്ന്, അത് എന്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണേലും ആഭ്യന്തര വകുപ്പ് അറിയാതെ, രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് അറിയാതെ ഈ കുടിയൊഴിപ്പിക്കലിന് പോലീസ് പോയിട്ടുണ്ടെങ്കിൽ ആ പോലീസ് എവിടെ നിൽക്കുന്നു, ആ പോലീസിൻ്റെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല 2 വട്ടം പഠിക്കണം. കാരണം അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരെ തൻ്റെ കീഴിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്, വല്ല ട്രെയിനിങ് കോളേജിലേക്കും പറഞ്ഞു വിടാൻ ഉള്ള തൻ്റെ ഇടം രമേശ് ചെന്നിത്തല കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല സാർ, അത് അതിനൊന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലീസിൻ്റെ ഉന്നതതല യോഗം ഇന്നലെയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പായിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് 2-ാം ദിവസമാണ് ഈ നടപടി ഉണ്ടാകുന്നത്. അപ്പോൾ പോലീസിലെ ചില ഉന്നതർ, ഒരുപക്ഷെ സി പി എം വിഭാഗക്കാരായിട്ടുള്ള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ വി ഡി സതീശൻ സർക്കാരിനൊരു പണി കൊടുത്തേക്കാം എന്ന് കണക്കാക്കിയിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ മറവിൽ ഇങ്ങനെ കളിച്ചതാണ് എന്നൊരു പറ്റം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അതെന്ത് തന്നെയായാലും, ആരുടെ കളിയായാലും ഒരു കാരണവശാലും ഉന്നതിയിലെ ജനങ്ങളെ വഴിയാധാരാക്കാൻ ആരും ശ്രമിക്കരുത്. അവരുടെ ജീവിതവും അവരുടെ ജീവനും വെച്ചിട്ട് ഈ പന്താടാൻ നിൽക്കരുത്. അവിടെ രാഷ്ട്രീയ വിലപേശലിന് ആരും നിൽക്കാൻ പാടില്ല. എം വി ഗോവിന്ദനായാലും പിണറായി വിജയനായാലും അല്ലെങ്കിൽ പി രാജീവായാലും വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഇക്കാര്യത്തിൽ ഒരു മനസ്സോടുകൂടി ഇടപെട്ട് ഉന്നതിയിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് അവിടെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. ഇത് തന്നെയായിരിക്കും യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം, കാത്തിരിക്കാം.